Hi everyone, welcome back to Ingerline online classes. Friends, we have completed almost everything in Unit 4. What is remaining is this one, the scholarship jacket. Let us revisit activities. Yes, it is very important, that is, you can see 5 major discourses here. So if you do it yourself, that will be a great practice to you, that will be a great experience to you, right? Okay, നമ്മൾ 7 ആക്ടിവിറ്റികളുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമുക്കാകെ 15-16 ആക്ടിവിറ്റികളെല്ലാം കൂടി വെച്ചാലുണ്ടാവുക. അതിൽ വളരെ പ്രധാനപ്പെട്ട 5 ആക്ടിവിറ്റികൾ നമ്മളിവിടെ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ഉപകാരമാണ്, നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ. റെഡി അല്ലേ? Okay, let us move on. The first activity is read the following sentence from the story. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign. Won't do it. What did the teacher mean by the statement Martha is Mexican? അതാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാം, Martha happened to overhear a conversation or the conversation between Mr. Smith and Mr. Boone. You know that. And in that conversation there is a reference by Mr. Boone, that is Martha is Mexican. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളത് ഒറ്റയ്ക്ക് എഴുതിയിട്ടുണ്ടാകണം. അതിനുശേഷം നമ്മൾ സാമ്പിൾ കാണാവും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? Martha is Mexican means she is not American. That means Mexicans and Americans cannot be treated equally, right? When the case of a case of American or the case of American and Mexican come, we should prefer American. അങ്ങനെയൊക്കെ ഇതിൽ അർത്ഥങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു തലത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ വംശീയമായ വിവേചനത്തിൻ്റെ ഒരു സൂചനയാണ് അതിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ പാടും കഥ മനസ്സിലായത് വെച്ച് നിങ്ങൾ എഴുതി നോക്കണം. ആഫ്റ്റർ ദാറ്റ് ലെറ്റ് us see the sample answer. There exists widespread racial discrimination against the Mexican community in America. നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ രാജിവെച്ച അല്ലെങ്കിൽ തോറ്റുപോയ പ്രസിഡന്റ് അദ്ദേഹം, അതായത് മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനം തന്നെ മെക്സിക്കോൻ്റെ അതിർത്തിയിലും മതിൽ കെട്ടുന്ന ഓർമ്മ ഉണ്ടാവും അത്. ഹെൻസ് ദ ടീച്ചർ ഡിസ്മിസ്ഡ് എനി തോട്ട് ഓഫ് മാർത്ത ഗെറ്റിംഗ് ദി അവാർഡ്. മിസ്റ്റർ ബുൻ കനോട്ട് ഇമാജിൻ ദാറ്റ് മാർത്ത വാസ് ഓർ മാർത്ത ഈസ് ഗോയിങ് ടു ഗെറ്റ് ദ റിവാർഡ്. അങ്ങനെ ഒരു മാർത്ത, ഒരു മെക്സിക്കൻ ഇങ്ങനെ അവാർഡ് കിട്ടുന്ന ആലോചിക്കാൻ പോലും മിസ്റ്റർ ബുണ്ണിന് പറ്റുമായിരുന്നില്ല. റെഡി അല്ലേ? The writer is trying to point out the fact that even the educational institutions were not free from the charges of racism. വംശീയതയിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഒഴിവായിരുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ചെറിയൊരു പാരഗ്രാഫാണ്, എളുപ്പമാണ്, മനസ്സിലായിട്ടുണ്ടാവും. Now let us move on. John was recommended by Mr. Boone. John was recommended by Mr. Boone for the scholarship jacket. Eventually it was Martha who won the jacket. Narrate the events that led to Martha's winning the scholarship jacket. എന്താ അവിടെ ചെയ്യേണ്ടത്? നമുക്കറിയാം, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതിലേക്ക് മാർത്തക്ക് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നറേറ്റീവാണ്. നറേറ്റീവ് നമുക്കറിയാം, വേണമെങ്കിൽ ഒരു ഹെഡിങ്ങൊക്കെ അതിന് കൊടുക്കാം. എന്നിട്ട് അതിൽ ഈവൻസ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്ത് പറയാവേണ്ടത്. അതിനെ ബ്ലോ അപ്പ് ചെയ്യാനാണ് പറയുക. ഈവൻസിനെ ബ്ലോ അപ്പ് ചെയ്യണം. കൂട്ടത്തിൽ ലിങ്കേഴ്സ് വേണം, അതുപോലെ തന്നെ പിന്നെ വ്യത്യസ്ത സെൻറ്റൻസ് വേണം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. എന്തൊക്കെയായിരിക്കും അതിൽ എഴുതേണ്ടി വരിക? നിങ്ങൾക്കറിയാം, മാർത്തൻ്റെ ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പ് മറ്റ് ജാക്കറ്റുകൾ അവൾക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്, പോവർട്ടി നമുക്കറിയാം. അവൾ ഓവർ ഹിയർ ചെയ്തു ഏത് കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ ബുൺ ആൻഡ് മിസ്റ്റർ സ്മിത്ത് ആൻഡ് പ്രിൻസിപ്പൽ കോൾഡ് ഹെർ. അടുത്ത പ്രധാനപ്പെട്ട സംഗതിയാണ്. ആൻഡ് ദെൻ ഹി ഡിമാൻഡഡ് $15 for the jacket, but grandpa refuses
or refused to pay it. And finally, before that, Martha told the principal what her grandfather had said, and finally principal changed the decision and gave the scholarship jacket to Martha. റെഡി അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. എന്നിട്ട് സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കാം. ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കട്ടെ, അടുത്തതിനെ കൊടുത്തിട്ടുണ്ട്, അത് ഹെഡിങ് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. സാമ്പിളാണ്. Martha was a Mexican girl. She was from a poor family, and as her parents could not afford to keep her, she was given to her grandparents to bring her up. Every year in the Texas school, a scholarship jacket was presented to the class valedictorian. That was the only object in Martha's mind. She was a skinny girl who was not very pretty. However, she was smart enough and had maintained an A+ average in her 8 years of school. But she was shocked when she overheard two teachers arguing on why the jacket should be given to John. Mr. Bunn argued for John since Martha was a Mexican-American girl, whereas John was an American girl who was the daughter of a school board member. It disappointed her. The next day, the principal told her that the scholarship jacket was going to cost $15, and if she couldn't pay for it, it would be given to the runner-up. Martha left the school in tears and was even more heartbroken when her grandfather said she couldn't have money. From grandfather's words, she learned that it was not to be bought. Still, he was angry with everyone. The next day, she told the principal dejectedly that she couldn't have the scholarship jacket, and explained why. As she was about to exit the office, she mentioned John's name. The principal, feeling guilty, told Martha that she would have the scholarship jacket. Finally, Martha realized that she had earned her jacket and hadn't purchased. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഒന്ന് എഴുതിയെടുക്കണം, മറ്റ് സാമ്പിളുകൾ എഴുതിയെടുക്കണം. നൗ ആക്ടിവിറ്റി 3. മാർത്ത ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. നമുക്കറിയാം ഇതിലെ മെയിൻ കഥാപാത്രം മാർത്തയാണ്. ദെർ ആർ അതർ ക്യാരക്ടേഴ്സ് ഹു കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ ഈവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. പ്രധാനപ്പെട്ട വേറും കഥാപാത്രങ്ങളുണ്ട്, നമുക്കറിയാം. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് റിവീൽ ദ റോൾ പ്ലേഡ് ബൈ ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആക്ടിവിറ്റി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗ്രാൻഡ് ഫാദറുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പങ്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ പുറത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന സെൻറ്റൻസുകൾ എടുത്ത് എഴുതാനാണ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എടുത്ത് എഴുതാനാണ്. റെഡിയല്ലേ? ഉദാഹരണം സെൻറ്റൻസ് ആവാം, പിന്നെ എക്സ്പ്രഷനുകളാവാം. നമുക്ക് എഴുതി നോക്കാം അങ്ങനെയാണെങ്കിൽ. അത് നിങ്ങളും ചെയ്ത് നോക്കണേ. റൈറ്റ്? അതിന് ശേഷം അത് കാണാവും. You can see grandfather, അദ്ദേഹത്തെ ബന്ധപ്പെട്ടതാണ്. Then if you pay for it, Martha, it is not a scholarship jacket, is it? Tell your principal I will not pay the $15. ആ രണ്ടെണ്ണം മതി. വലിയച്ഛൻ്റെ അല്ലെ അച്ഛൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാവാൻ. റെഡിയല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്തത് പ്രിൻസിപ്പലിൻ്റെതാണ്. നിങ്ങൾ വായിച്ചു നോക്കൂലേ? എളുപ്പമാണ്. നിങ്ങൾ വായിച്ച് ഇങ്ങനെ വായിക്കും, ഒരുപാട് നേരം പിടിക്കും. അതുകൊണ്ടാണ്. അടുത്തത് മിസ്റ്റർ ബോണിൻ്റെതാണ്. അടുത്തത് സ്മിത്തിൻ്റെതാണ്. അല്ലോ നിങ്ങൾ വായിച്ച് നോക്കണം. ജസ്റ്റ് ഒന്ന് വായിക്കാം. Martha, he said, there has been a change in policy this year regarding scholarship jacket. As you know, it has always been free. He cleared his thought and continued. This year the board has decided to charge $15, which still won't cover the complete cost of the jacket. Okay, we'll make an exception. In your case, I'll tell the board you will get your jacket. കുറേ കാര്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അത് വെച്ച് എഴുതാൻ പറ്റും. Look, John's father is not only on the board, he owns the only store in town. We could say it was a close tie and Martha is Mexican. Resign. Martha is Mexican. വേറെ ഭാഗത്തുള്ള കേട്ടിട്ടുണ്ടാവും. Resign. Okay. Then Mr. Smith, see the instances that reveal
Mr. Smith's role. See, I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A plus average and you know it. Clear ആണല്ലോ മക്കളെ? അപ്പം നമ്മൾ ആ പാഠത്തു നിന്നുള്ള കാര്യങ്ങൾ അതുപോലെ എഴുതി. ഇനി ഒരു പണിയും കൂടി ഉണ്ട് ഇവിടെ. Write a paragraph about each of the above characters and present it before the class. ഇതിൽ ഓരോ ആളുകളെ കുറിച്ചിട്ടും ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ആറ്റിറ്റ്യൂഡൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. എഴുതി നോക്കണം. അപ്പോൾ എത്ര പേർ, how many paragraphs will be there? 4 paragraphs will be there. Let us see the first one, the grandfather. ഗ്രാൻഡ്ഫാദറിൻ്റെ പ്രത്യേകം കാര്യങ്ങളൊക്കെ വെച്ചാൽ നല്ല പഠിക്കണം കേട്ടോ. സ്കെച്ചൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. The grandfather is a patient, hardworking and caring person. The experience in life made him strong and equipped him to take right decision. The grandfather is very strong presence and great influence in Martha's life. In times of crisis, she returns to her grandfather for his guidance. A man of few words, he makes Martha realize the insignificance of the money assigned as the cost of the scholarship jacket. But he tells her that he would not pay for the scholarship jacket. Sorry dears, Mario സംശയമുണ്ട്. Money assigned as the cost of the scholarship jacket, but he tells her that he would not pay for the scholarship jacket. He does this to make her realize that there are greater things in life that money cannot buy. To his decision, he teaches his granddaughter values of dignity and self-respect in an individual's life. First of is there. Clear dears? Individuals ഉണ്ട്. ഫസ്റ്റ് ഒരു കോമൺ ആണ് അവിടെ. കോമൺ ആണ് ഇൻഡിവിജ്വൽസ് ലൈഫ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് പ്രിൻസിപ്പാൾ. വായിച്ചു നോക്കില്ല, നല്ല ക്ലിയർ ആണ്. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യൂലേ, കുഴപ്പമുണ്ടാവില്ലല്ലോ, കിട്ടാത്ത വാക്കൊന്നും ഉണ്ടാവില്ല. The principal is a good man and we know it from his behavior when he called Martha and told her that from that year there was a policy change and she had to pay $15 to get the scholarship jacket. It is evident that he was unhappy about the decision of the board as he knew Martha deserved the scholarship jacket. He knew that it was a trick not to give the jacket to Martha. It was thought that as she was the daughter of a poor Mexican farmer and couldn't afford that amount, thus it could be given to John. But Martha's grandpa's words gave him enough courage to give an exception in her case. He finally decided to give the jacket to Martha. ഒക്കെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളെ പ്രിൻസിപ്പൾ എങ്ങനത്തെ ആളാണ്, എങ്ങനെയാണെന്നുള്ളതാണ്. രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് മിസ്റ്റർ ബുൺ. I think you can read it and that will be very easy because it is very clear, I think. Now next one is Mr. Smith. You have to read it and you have to write it there in your notebook. Okay. Now dears, activity 4. After receiving the scholarship jacket, Martha delivers a speech. Prepare the speech and present it before the class. വളരെ സിമ്പിൾ അല്ലേ അത്? അതായത് അവർക്ക് അത് കിട്ടിയതിന് ശേഷം, ജാക്കറ്റ് കിട്ടിയതിന് ശേഷം അവർ പ്രസംഗം നടത്തുകയാണ്. എങ്ങനെയായിരിക്കും പ്രസംഗം എന്നാണ് നമുക്കത് ആലോചിച്ചാൽ അറിയാം. അതൊരു യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് ഗിവിങ് സ്പീച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറുപടി പ്രസംഗമാണ്, നന്ദി പ്രകടനം അല്ല കേട്ടോ, മറുപടി പ്രസംഗം നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും കൊള്ളിക്കേണ്ടത്, ആദ്യം അതിൽ വേണ്ടി നമ്മൾ സാല്യൂട്ടേഷന് കാര്യങ്ങളൊന്നും നമ്മൾ വിടാൻ പാടില്ല. അതൊരു ഇൻട്രഡക്ഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു എന്തിനാണ് ആദരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതുണ്ടായ പ്രശ്നങ്ങൾ, അതിന് സപ്പോർട്ട് ചെയ്ത ആളുകൾ, ഇൻസ്പിറേഷൻ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. റെഡി അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു സ്പീച്ച് എഴുതി നോക്കുക. റൈറ്റ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ സാമ്പിൾ വൺ. ദിസ് ഈസ് ടേക്കൺ ഫ്രം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പൂൾ. റെഡി അല്ലേ? അതിനടുത്തതാണ്
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സാല്യൂട്ടേഷൻ അത് മുകളിൽ നല്ലൊരു തുടക്കമുണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ട്, അതേക്കുറിച്ച് ചെറിയൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ഡു യു നോ ഹൗ മച്ച് അങ്ങനെ ചോദ്യങ്ങളുണ്ട്. പല സൈസ് സെൻറ്റൻസുകളൊക്കെ വെച്ചിട്ട് ഓഡിയൻസിനെ പിടിച്ചിട്ടുള്ള പരിപാടികളുണ്ട്. എക്സോട്ടേഷൻ ഉണ്ട്, അവസാനം കൺക്ലൂഷൻ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിൽ വേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, വായിച്ചു നോക്കാം കേട്ടോ. നൗ ആക്ടിവിറ്റി 5 നമ്മൾ ചെയ്തതാണത്. മാനേജ്മെൻറ്റ് പോളിസി ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ പ്രിൻസിപ്പലിന് അത് ഇഷ്ടമായി. അദ്ദേഹം എങ്ങനെയാണ് കത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതാണ്. അത് ഒഫീഷ്യൽ ലെറ്ററാണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻറ്റർ മോളിൽ ഡേറ്റ് എഴുതണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റിസീവറാണ് പിന്നെ വേണ്ടത്. സാല്യൂട്ടേഷൻ വേണം. സർ എന്ന മാഡം എന്നൊക്കെയാണ് സാല്യൂട്ടേഷൻ. നമുക്കറിയാലോ എന്തിനു വേണ്ടി എഴുതുന്നതെന്ന് വേണം. ഇനി എന്തൊക്കെയാണ് കത്തിൻ്റെ ബോഡിയിൽ വേണ്ടത്? ഇൻട്രഡക്ഷൻ വേണം, സബ് ഡീറ്റെയിൽസ് വേണം, അതുപോലെ കൺക്ലൂഷൻ വേണം, അവസാനം കോംപ്ലിമെൻ്ററി ക്ലോസ് എസ് ടി നെയിം. ഇത് നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലെറ്റർ ഇതേപോലെ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ ആരാ എഴുതുന്നത്? ഇവിടെ നമുക്കറിയാം പ്രിൻസിപ്പലാണ്. ആർക്കാണ് എഴുതുന്നത്? മാനേജ്മെൻറ്റിനാണ്. അപ്പം ഒന്ന് ശ്രദ്ധിച്ചെഴുതുക. ഇതിന് ശേഷം ഇത് കാണാവൂ, നമ്മൾ ചർച്ച ചെയ്തതാണ്. കിട്ടില്ല, വായിക്കൊന്നും വേണ്ടല്ലോ. ക്ലിയർ അല്ലേ? നൗ ആക്ടിവിറ്റി 6 ആണ്. ഹിയർ മാർത്ത ടെൽസ് ഹെർ ഓൺ സ്റ്റോറി. ഇമാജിൻ ദാറ്റ് യു ആർ എ ഫ്രണ്ട് ഓഫ് മാർത്ത and you know everything that happened in her life in connection with the issue of scholarship jacket. If you narrate the story, how do you do it? Right, like അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ മാർത്തനെ കണ്ട് മാർത്തൻ്റെ കഥ നിങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? നറേറ്റീവ് തന്നെയാണ്, കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ചെറിയ മാറ്റമൊക്കെ വരുത്തിയാൽ മതി. ഒരു ഹെഡിങ് കൊടുത്തു കേട്ടോ, ദ ട്രയംഫ് ഓഫ് ട്രൂത്ത്. നല്ലോണം വായിച്ചു വെക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. ക്ലിയർ ഡിയേഴ്സ്? റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് Martha is awarded the scholarship jacket by Vice Chancellor of the University. Prepare a news report on award ceremony. ചെയ്യാൻ പറ്റില്ല മക്കളെ. ന്യൂസ് റിപ്പോർട്ട് ആകുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ ഹെഡ്ലൈൻ വേണം, പ്ലേസ് ലൈൻ വേണം, പിന്നെ അതിന് ശേഷം ലീഡ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പ്ലേസ് ലൈൻ വേണം, പിന്നെ ഡേറ്റ് ലൈൻ വേണം, പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം. അങ്ങനെ മുകളിൽ ലീഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ ലീഡായിരിക്കും പിന്നെ അവിടെ വരും. നമുക്കറിയാലോ, അതായത് ആ ടൈറ്റിലിനോട് അല്ലെങ്കിൽ ഹെഡ്ലൈനിനോട് എപ്പോഴും എവിടെ എങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് അതൊക്കെ എഴുതുമ്പോഴാണ് അങ്ങനെ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടി വരിക? പിന്നെ ഹൗ, വൈ അതൊക്കെ നല്ല വിശദീകരിച്ച് ചെയ്യേണ്ടി വരും. അതിന് ശേഷം നമുക്ക് അതിൽ കോട്ടുകളുണ്ടെങ്കിൽ അത് എഴുതാം, മെസ്സേജ് എഴുതാം, കൺക്ലൂഡ് ചെയ്യാം. അറിയാലോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എഴുതണ്ടേ. വിശദമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ന്യൂസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ഇത് കാണുക. റെഡിയല്ലേ? ദ ഹെഡ്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് ബൈ ലൈനാണ് പറയുന്നത്, വിട്ടുപോയതാണ്. ബൈ ലൈൻ ഉണ്ട്, പ്ലേസ് ലൈൻ, ഡേറ്റ് ലൈനുണ്ട്, പിന്നെ ഇത് വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചാണ്ട് നോക്കണം. ഓക്കെ ഡിയേഴ്സ്, നൗ hope you have learned what we have discussed. Thank you for watching. Meet again. Till then, goodbye.